വെൽക്കം ടു എജുബോട്ട്. ഇറ്റ്സ് മീ നിംന. മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ജോഗ്രഫി +2 ഓരോ ചാപ്റ്ററിൽ എത്ര വെയിറ്റേജ് വരുന്നു എന്നുള്ളത് അറിയണ്ടേ? നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് അല്ലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ +2 ജോഗ്രഫിയിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് നോക്കിയാലോ. യെസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് അറിയാലോ. നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഫണ്ടമെന്റൽ ഹ്യൂമൻ ജോഗ്രഫിയിൽ നമുക്ക് 1, 2, 3, 4 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഹ്യൂമൻ ജോഗ്രഫി ഉണ്ട്, ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ഉണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ പ്രൈമറി ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ സെക്കൻഡ് പാർട്ടായ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ഇക്കോണമി എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഏതൊക്കെയാണുള്ളത്? യെസ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷനും ഹ്യൂമൻ സെറ്റിൽമെന്റ്, അതുപോലെ ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 7 ചാപ്റ്ററോളം നമുക്ക് എന്ത് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. യെസ്, അപ്പൊ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിയും നിങ്ങൾ അറിയിക്കട്ടെ കമന്റിലൂടെ. നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട് 1 ഒന്നാമത്തെ പാഠം ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് വെയിറ്റേജ് എത്രയാണ് വരുന്നത്? 5 to 6 വരെയാണ് നമ്മുടെ വെയിറ്റേജിന്റെ കിടപ്പ് അല്ലെ. 5 മുതൽ 6 വരെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. എല്ലാ ചാപ്റ്ററും എന്താണ് പ്രധാനപ്പെട്ടവയാണ്. പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് 12 to 60 വരെ നമുക്ക് എന്തുണ്ട് വെയിറ്റേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 10 to 13 വരെ നമുക്ക് വെയിറ്റേജ് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫോർത്ത് ചാപ്റ്റർ പ്രൈമറി ആക്ടിവിറ്റീസ്. നമ്മുടെ പാർട്ട് 1 അവസാന ചാപ്റ്റർ ആണ് ഏത്? പ്രൈമറി ആക്ടിവിറ്റീസ്. ആ ഭാഗത്ത് നമുക്ക് 20 to 22 വരെ നമുക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ഇക്കോണമിയിലെ നമ്മുടെ ഒന്നാമത്തെ പാഠമാണ് ഏത് പറയുന്നത്? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ അല്ലെ. ആ ഭാഗത്ത് നമുക്ക് 8 to 10 വരെ നമുക്ക് എന്ത് വരുന്നുണ്ട്? വെയിറ്റേജ് വരുന്നുണ്ട്. ദെൻ ഹ്യൂമൻ സെറ്റിൽമെന്റ് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് 8 to 9 വരെ നമുക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഭാഗത്ത് 7 to 10 വരെ നമുക്ക് എന്ത് വരുന്നുണ്ട്? വെയിറ്റേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇന്ത്യ ചാപ്റ്റർ ഇത്ര വെയിറ്റേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിറ്റേജ് കണ്ടാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏത് ചാപ്റ്ററിന് വന്നിട്ടുള്ളത് ഏതാണ്? യെസ്, ഏതാണ്? പ്രൈമറി ആക്ടിവിറ്റീസ്, പ്രാഥമിക പ്രവർത്തനങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്റർ പറയുമ്പോൾ. ആ ചാപ്റ്ററിലുള്ള ഓരോ ടോപ്പിക്കും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല 2 മാർക്ക് 3 മാർക്കിനൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, അത് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്റർ രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ്. രണ്ട് നമുക്ക് ഒരേപോലെ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടിലും ഒരേപോലെ സെയിം ആയി ടോപ്പിക്സിൽ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കാം. അപ്പോൾ സെറ്റല്ലേ നമ്മുടെ ജോഗ്രഫി? നിങ്ങൾക്ക് മാർക്ക് ഷുവർ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ വെയിറ്റേജ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ബൈ.